ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തതും നല്ലൊരു സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. വീഡിയോയിൽ എല്ലാ പ്ലാന്റിൻ്റെ റേറ്റും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും പറയുന്നുണ്ട്. പ്ലാന്റ് വാങ്ങാനും എന്താണ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. ഇതാണ് ഗന്ധകരാജൻ്റെ പൂവുകൾ. നല്ല വൈറ്റ് കളറാണ് വരുന്നത്. അതുപോലെ നല്ല മണമാണ്. നമ്മുടെ വീടും പരിസരവും എല്ലാം ഭയങ്കര മണമാണ്. ഏകദേശം കുറേ വീടുകളോളം ഇതടിക്കും നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള. അപ്പം ഇതാണ് സൈസ് വരുന്നത്. കുറേ ദിവസം ഇതിൻ്റെ പൂവുകൾ നിൽക്കുകയും ചെയ്യാം. ആദ്യത്തെ ഒരു 3 ദിവസമൊക്കെ ആയിരിക്കും നല്ല മണം വരിക. പിന്നെ ആ മണത്തിന് കുറച്ച് കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. അപ്പോൾ അടുത്തതായിട്ട് സെയിലിനുള്ളത് ജെറിബറയാണ് കേട്ടോ. ജെറിബറ നല്ല വെറൈറ്റിയാണ് കണ്ടോ. 80 രൂപയാണേ ഇതിന് വരുന്നത്. 80+ AC ആണ്. പല കളറുണ്ട് കേട്ടോ. വിരിയാൻ തുടങ്ങുന്നതേ ഉള്ളു മുട്ടൊക്കെ. ഇത് കണ്ടോ, വിരിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ, വിരിഞ്ഞിട്ടില്ല. നല്ല സുന്ദരി മണിയായിട്ട് നിൽക്കുന്ന നമ്മുടെ ജെറിബറേൻ്റെ തൈകളാണ്. കണ്ടില്ലേ. പിന്നുള്ളത് കലാത്തിയ മറാണ്ടാണ്. മറാണ്ടയുടെ റേറ്റ് വരുന്നത് 90+ AC ആണ്. മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഓഫർ പ്ലാന്റിൽ ഉൾപ്പെടുത്തിയിരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ അത്യാവശ്യം ഒരുപാട് ആൾക്കാർ എന്താ പറയുക ആവശ്യപ്പെടുന്നൊരു പ്ലാന്റാണ് കലാത്തിയ മറാണ്ട. തികച്ചും നല്ല പ്ലാസ്റ്റിക് പോലെ തോന്നുന്ന ലീഫുകളാണ്. അതുപോലെ തന്നെ ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ സെറ്റ് ചെയ്യാം. ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ടാന്ന് മാത്രം. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ്. പിന്നെ ഉള്ളത് കലാത്തിയ ലൂത്തിയാണ് കേട്ടോ. കലാത്തിയ ലൂത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. കലാത്തിയൻ്റെ നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് കലാത്തിയ ലൂത്തിയ. അപ്പോൾ ഈ കലാത്തിയ ലൂത്തിയയ്ക്ക് ഇപ്പോൾ വരുന്ന റേറ്റ് 100 രൂപയാണ് കേട്ടോ. 100+ AC ആണ് വരുന്നത്. ഇതുപോലെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിന്നുള്ളത് ക്രിപ്താന്തസ് ആണ്. ക്രിപ്താന്തസ് ഇത് കണ്ടില്ലേ, ചട്ടി നിറഞ്ഞിങ്ങനെ വരും. നല്ല ഭംഗിയാണ്. എപ്പോഴും നമ്മളിതിൻ്റെ വണ്ടിയിൽ വരുന്ന ഈ ഒരു പൂവിനെ ഇങ്ങനെ നുള്ളിക്കളയണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ ചെടി ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭംഗി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. പൂക്കളെ നിർത്തുവാണെങ്കിൽ പൂ കൊണ്ട് ഇതിന് വലിയ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഇതിന് പ്രത്യേകത. കണ്ടോ എന്ത് മനോഹരമാണെന്ന്. അപ്പം ഇങ്ങനെ ഒരു ഫുൾ പോട്ടാണെങ്കിൽ വരുന്നത് 100+ AC ആണ്. അതല്ല ഒരു പ്ലാന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 രൂപയ്ക്ക് കിട്ടുന്നതാണ്. പിന്നുള്ള പ്ലാന്റ് ഇതാണ്, ഫേണാണ്. പീക്കോക്ക് ഫേൺ എന്ന് പറയും. ഒരു തൈക്ക് വരുന്ന റേറ്റ് 40 ആണ്. 40+ AC ആണ് വരുന്നത്. കണ്ടോ, ഇതാണ് ഈ ചെടീൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് ഗ്രൗണ്ട് പോട്ടിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നുള്ളത് ഹോയേൻ്റെ പ്ലാന്റാണ്. ഹോയേൻ്റെ ഇതേ സൈസായ ഈ ഒരു പ്ലാന്റിന് വരുന്നത് 90 രൂപയാണ് കേട്ടോ. 90+ AC ആണ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ബാറ്റ് ഫ്ലവറിൻ്റെ തൈയാണ്. ബാറ്റ് ഫ്ലവറിൻ്റെ ഈ ഒരു തൈക്ക് വരുന്നത് 75 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം പൂക്കാറായ തൈയാണ്. കണ്ടില്ലേ, നല്ല സൈസായിട്ടുള്ള പ്ലാന്റാണ്. ഇത് പീസ് ലില്ലി ഫാമിലിയിൽ പെട്ട ചെടി. പിന്നുള്ളത് ഫ്ലെയിം വയലറ്റ് അഥവാ എപ്പീഷ്യ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. വെർട്ടിക്കലായിട്ടും ഗ്രൗണ്ട് പോട്ടിലൊക്കെ വയ്ക്കാൻ പറ്റും. അതല്ല ഇനി തറയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ അധികം വെയിലൊന്നും വേണ്ടാത്ത പ്ലാന്റാണ്. ഇതൊരു ഫ്ലവറിങ് ചെടിയാണെങ്കിൽ പോലും ഫ്ലവർ ഇല്ലാതെ ഈ ലീഫി പ്ലാന്റ്സ് ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണിത്. അപ്പോൾ ഒരുപാട് കെയറൊന്നും വേണ്ട, ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ടാന്ന് മാത്രം. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് 80+ AC ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഇത് ഗോൾഡൻ സൈപ്രസ് ആണ്. ഗോൾഡൻ സൈപ്രസ് നല്ല ഭംഗിയാണ്. നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഗോൾഡൻ സൈപ്രസ് എന്ന് പറയുന്നത്. അപ്പം ഗോൾഡൻ സൈപ്രസ് പോലുള്ള ചെടികളുടെ പ്രത്യേകത ഇതുപോലെ വരണം. കണ്ടില്ലേ, ഇങ്ങനെ വരണം. ഈ ഒരു ഷേപ്പിൽ കിട്ടുമ്പോഴാണ് ഇതിന് ഭംഗി കൂടുന്നത്. അപ്പോൾ ഇതിന് വരുന്നത് 100+ AC ആണ്. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരവും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടത്തിൽ നിങ്ങളുടെ വിലയേറിയ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ല കൂട്ടുകാരെ. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.